നല്ല പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ടേ. ചക്കക്കൊക്കെ ഇപ്പം എന്നാ ഡിമാൻഡല്ലേ. പക്ഷെ ഞങ്ങൾക്കിവിടെ ആവശ്യത്തിലധികം ചക്കയുണ്ട് കേട്ടോ. പഴുത്ത ചക്ക കിട്ടിയാൽ വെറുതെ കഴിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? എന്നാ ഇന്ന് ഒരു വെറൈറ്റി സാധനം ഞാൻ പറഞ്ഞു തരാം. വെറൈറ്റി എന്ന് പറയുമ്പോൾ ആൾ നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ്, പഴംപൊരി. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നേന്ത്രപ്പഴം കൊണ്ടല്ല, ചക്ക കൊണ്ടാണ് ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കപ്പഴംപൊരി. നല്ല പഴുത്ത വരിക്കച്ചക്കയുടെ ചൊള ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ടേ. ഇനി ഇതിലെ കുരുവെല്ലാം മാറ്റണം. ഒരു സൈഡ് മാത്രം ഇങ്ങനെ കീറി ഉള്ളിൽ നിന്ന് ചക്കക്കുരുവെല്ലാം എടുത്ത് മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. ചക്കപ്പഴംപൊരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വരിക്കച്ചക്കയാട്ടോ. അതാവുമ്പോൾ നല്ല കറുമുറൂന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി പഴംപൊരി ഉണ്ടാക്കാനുള്ള മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഏകദേശം 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി, പക്ഷെ മൈദയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു നുള്ളു മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് പച്ചവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബാറ്ററിന് കൺസിസ്റ്റൻസി നോക്കി വേണം കേട്ടോ വെള്ളം ചേർക്കാൻ. ദേ ഈ ഒരു പരുവത്തിൽ വേണേ നമ്മുടെ പഴംപൊരിക്കുള്ള മിക്സ് തയ്യാറാക്കാൻ. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ചക്ക മുക്കി പൊരിക്കാനുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ചക്കച്ചുള ബാറ്ററിൽ മുക്കി പൊക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നാടൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാട്ടോ നല്ലത്. നല്ല ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയാവുമ്പോൾ ഒരു പ്രത്യേക സ്വാദുണ്ടാവും. അങ്ങനെ നമ്മുടെ ചക്കപ്പഴംപൊരി ദേ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. 2 സൈഡും നല്ല പോലെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിവനെ എണ്ണയിൽ നിന്ന് പുറത്തെടുക്കാം കേട്ടോ. ഈ ചക്ക ഒരുക്കിയെടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. ഒരുപാടങ്ങ് കരിച്ച് കളയാതെ ദേ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാൻ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ ചക്കപ്പഴംപൊരി റെഡി ആയിട്ടുണ്ടേ. നല്ല ചൂടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണേ. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ ഫ്രം ഇറ്റ്സ് മീ കില്ല.